ഹലോ എല്ലാവർക്കും സുഖമല്ലേ? റോസ് പെൻ വ്ളോഗിൻ്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന പോലെ തന്നെ എൻ്റെ സമ്മർ ഞാൻ ചെറിയൊരു ഷോപ്പിംഗ് നടത്തിയായിരുന്നു. ഇന്ന് ഞാൻ എൻ്റെ സമ്മർ വാർഡ്രോബ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. സമ്മർ 2026 ആൻഡ് ഞാൻ കൂടുതലും ഒരു സാറ ഷോപ്പിംഗ് പേഴ്സണാണ്. ഞാൻ അതിലും വലിയ ബ്രാൻഡൊന്നും എനിക്ക് എൻ്റെ കയ്യിൽ ഇല്ല, ഞാൻ മേടിക്കാനായിട്ട് ശ്രമിച്ചിട്ടുമില്ല. അപ്പം സാറ ആണ് എൻ്റെ മെയിൻ ഗോ ടു ആയിട്ടുള്ളത്. നോർമലി ഞാൻ ജൂണിലൊക്കെ ജൂലൈയിലൊക്കെ സെയിൽ വരുമ്പോഴും സ്പ്രിങ് തുടങ്ങുന്നതിന് മുമ്പത്തേക്കിനും ഒരു സെയിലും ഉണ്ടാവും. അപ്പോൾ ആ ഒരു സമയത്തൊക്കെയാണ് ഞാൻ നോർമലി മേടിക്കാറ്. അല്ലെങ്കിൽ നോർമൽ ഇടയ്ക്കിടയ്ക്ക് പോയി ഷോപ്പ് ചെയ്യുകയും ചെയ്യും. വർഷത്തിൽ 2 പ്രാവശ്യം ഞാൻ എന്തായാലും ഷോപ്പിംഗ് നടത്തും. എൻ്റെ വാർഡ്രോബ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. മുഴുവൻ എൻ്റെ വിൻ്റർ ക്ലോത്ത്സ് ആണ്. ഇത് ബേസ്മെൻറ്റിലേക്ക് പോകാനിരിക്കുന്നതാണ്. ആൻഡ് കുറച്ച് പഴയ സമ്മർ ക്ലോത്ത്സ് തിരിച്ച് ഇങ്ങോട്ട് വരാനും ഉണ്ട്. ഇവിടെ സ്വിറ്റ്സർലൻഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ സീസൺ ആകുമ്പോഴത്തേക്കിനും നമ്മുടെ വാർഡ്രോബ് അപ്ഡേറ്റ് ആക്കും. വിൻ്ററിലേക്കുള്ള ക്ലോത്ത്സ് സമ്മർ ആകുമ്പോഴത്തേക്കിനും അത് കൊണ്ടുപോയി ബേസ്മെൻറ്റിൽ വെക്കും. ആൻഡ് സമ്മർ ആകുമ്പോഴത്തേക്കിനും സമ്മർ ക്ലോത്ത്സ് എടുത്ത് തിരിച്ചു കൊണ്ടുവരും. പുതിയതായിട്ടുള്ള അപ്ഡേഷൻ 2026 ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര കളർഫുൾ, കുറേ ഫെദേഴ്സ് അല്ലെങ്കിൽ ഫ്ലോറലിൽ നിന്നും ഇങ്ങനെ കടന്നു വരുന്ന പോലത്തെയൊക്കെ ഉള്ളൊരു ഫാഷനാണ് നോർമലി ഈ സമ്മർ 2026 പുറമേ. പക്ഷേ യൂറോപ്പിൽ അല്ലെങ്കിൽ സ്വിറ്റ്സർലൻഡിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒരു ന്യൂട്രൽ കളർ പാറ്റേൺ ആണ് ആൾക്കാർക്ക് കൂടുതൽ ഇഷ്ടം. ഇവിടെ ആൾക്കാർ കുറച്ചും കൂടി സ്പോർട്ടിയാണ്, പിന്നെ കുറച്ചും കൂടി സിമ്പിളാണ്, സ്റ്റൈലിഷാണ്. വളരെ സിമ്പിളായിട്ടാണ് ഇവിടെ ജീവിക്കുന്നത് ഡ്രസ്സിങ് വൈസ്. ഈ വർഷം എൻ്റെ ഒരു ചിന്താഗതിയും ഒക്കെ മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ബിക്കോസ് പണ്ട് ഞാൻ എല്ലാം ഭയങ്കര ഷീക്കായിട്ടുള്ള ഭയങ്കര സ്റ്റൈലിഷാന്ന് എനിക്ക് തോന്നുന്ന എൻ്റെ ഒരു സ്റ്റൈൽ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിരുന്നു. കുറച്ചുകൂടി കളേഴ്സ് അല്ലെങ്കിൽ ഒട്ടിയിരിക്കുന്ന ഡ്രസ്സുകൾ, അതൊക്കെയായിരുന്നു എൻ്റെ ഒരു കളർ പാലറ്റായിട്ട് അല്ലെങ്കിൽ ഒരു ഫാഷൻ സ്കോപ്പായിട്ട് ഞാൻ വെച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഈ വർഷം എനിക്കറിയില്ല, കുറച്ചും കൂടി കംഫർട്ട് ആൻഡ് എലഗൻസിലേക്കാണ് ഞാൻ പോകുന്നത്. ആൻഡ് ഐ ആം ഓൾസോ ചൂസിങ് ദിസ് ഇയർ ലൈറ്റ് കളേഴ്സ്, വെരി ലൈറ്റ് ക്ലാസി എലഗൻറ്റ് കളേഴ്സ്. മോസ്റ്റ്ലി ഐ ഗോ ടു ഓഫീസ്. അപ്പോൾ ഓഫീസിലേക്ക് പോകാനും നമ്മൾ ചുമ്മാ പുറത്തേക്ക് പോകാനും ഒക്കെ ആയിട്ട് ഉള്ള കുറച്ച് ഫാഷൻ അപ്ഡേറ്റ്സ് ഞാൻ ഈ വർഷം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. ഇങ്ങനത്തെ ഒരു വാർഡ്രോബ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഒന്ന് മിക്സ് ആൻഡ് മാച്ചൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ തന്നെ ഇറ്റ്സ് ഓൾവേസ് ദെയർ. അത് വളരെ നല്ലൊരു കാര്യമാണ്. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്തെടുക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ ഷോപ്പ് ചെയ്യാതിരിക്കും. ഉള്ളതുകൊണ്ട് തന്നെ മിക്സ് ആൻഡ് മാച്ചൊക്കെ ചെയ്യാൻ നോക്കും. പിന്നെ നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ നമ്മുടെ സ്റ്റൈലും കാര്യങ്ങളൊക്കെ കാണും. അപ്പം നമ്മൾ പുറത്ത് പോകുമ്പം ഇതല്ലല്ലോ ഇപ്പോൾ ഉള്ളത്, നമ്മൾ ഓഡ് വൺ ഔട്ടായിട്ട് അല്ലെങ്കിൽ ഓവർ ഡ്രസ്ഡ് ആയിട്ടോ അണ്ടർ ഡ്രസ്ഡ് ആയിട്ടോ ഒന്നും അല്ലാത്ത ഒരു രീതിയിൽ നമുക്ക് പോകാൻ പറ്റും. കുറച്ച് ക്വാളിറ്റി വളരെ കൂടുതലായിട്ടുള്ള സാധനങ്ങളെ ഞാൻ മേടിക്കാറുള്ളൂ. ഐ ഡോണ്ട് ഗോ ഫോർ ഷെയിൻ ഓർ ടേമോ അങ്ങനത്തെ സ്ഥലങ്ങളിൽ നിന്നൊന്നും ഞാൻ ഇതുവരെ ഒന്നും മേടിച്ചിട്ടില്ല. വൺസ് അപ്പോൺ എ ടൈം ഞാൻ കുറച്ച് സ്വിം വെയർസ് ഷീനിൽ നിന്നും മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഞാൻ ഇടാറേ ഇല്ലല്ലോ. ലൈക്ക് സ്വിമ്മിങ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ അതിന് വല്ലപ്പോഴും ഇടുന്നത് ഓക്കെ. പക്ഷെ ഡെയിലി വെയർ ചെയ്യുന്നത്, ഓഫീസിൽ വെയർ ചെയ്യുന്നതും ഒക്കെ മോസ്റ്റ്ലി 90% ഓഫ് മൈ ക്ലോത്ത്സ് ആർ സാറ. ബട്ട് ദിസ് ഇയർ സാറ ഒരു കടുങ്കൈ ചെയ്തു. എനിക്ക് സാറ ഈ വർഷത്തെ കളക്ഷൻസ് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. ബട്ട് ഐ ജസ്റ്റ് വെൻറ്റ് ടു H&M. അതായത് സാറേൻ്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ ആ ഒരു സ്റ്റൈൽ H&M നന്നായിട്ട് എടുത്തിട്ട് അവരതിനെ അങ്ങ് ഫ്ലറിഷ് ചെയ്തിട്ടുണ്ട്. അതായത് സ്വിറ്റ്സർലൻഡിലൊന്നും ഒരിക്കലും നിങ്ങൾ ബീച്ച് വെയർ കളക്ഷൻ കാണില്ല. അതായത് ഇപ്പം നമ്മൾ സാറ സ്വിറ്റ്സർലൻഡ് അല്ലെങ്കിൽ H&M സ്വിറ്റ്സർലൻഡ്, H&M തന്നെ ഇപ്പോൾ സ്പെയിൻ അല്ലെങ്കിൽ പോർച്ചുഗൽ, ഓരോ സ്ഥലത്തും ഓരോ ഫാഷനാണ്. അപ്പം നിങ്ങൾ ഏതെങ്കിലും കൺട്രീസൊക്കെ വിസിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സാറയിൽ ഓൾറെഡി സ്വിറ്റ്സർലൻഡിൽ പോയല്ലോ അല്ലെങ്കിൽ ഈ സ്ഥലത്ത് ഇന്ത്യയിൽ പോയല്ലോ എന്ന് വിചാരിക്കാതെ നിങ്ങൾ ആ സ്ഥലത്തെ സാറയും H&M ഒക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം നല്ലതായിരിക്കും. ബിക്കോസ് ദേ ഹാവ് ദെയർ ഓൺ ഫാഷൻ ഫോർ ദാറ്റ് പ്ലേസ്. അപ്പം നമുക്ക് അവിടെ നിന്നും കുറച്ച് കളക്ഷൻസ് ഉള്ളത് നല്ലതാണ്. കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് കളക്ഷൻ ആട്ടോ, നിങ്ങൾ വിശ്വസിക്കത്തില്ല. സോ ഞാൻ ഇപ്പം ഈ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മിലാനോയിൽ പോയി. അവിടെ ഞാൻ സാറയിൽ കയറിയിട്ടുണ്ടായിരുന്നു.
പക്ഷേ ഞാൻ ഒത്തിരി സാധനങ്ങൾ അവിടെ നിന്ന് മേടിച്ചിട്ടില്ല. എനിക്ക് അത്രയും കൂടെ ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പക്ഷേ ദിസ് ഇയർ ഞാൻ ലാസ്റ്റ് വീക്ക് സെയിലൊന്നും ഇല്ല, ഇപ്പോൾ സെയിൽ ടൈമൊന്നും അല്ല, പക്ഷേ ഐ ജസ്റ്റ് വെൻ ടു H&M, ജസ്റ്റ് ടു സീ. ഞാൻ നോർമലി H&Mൽ പോകാറില്ല, ബട്ട് ഐ വെൻ ടു H&M ആൻഡ് ഐ വാസ് ലൈക്ക് വാ, ദാറ്റ് വാസ്. അവർ ഈ വർഷം ഇവിടെ സ്വിറ്റ്സർലൻഡ് ഒരു ബീച്ച് വൈബ് ആക്കിയിട്ടുണ്ട്. ആൻഡ് ഐ റിയലി ലവ്ഡ് ദെയർ കളക്ഷൻ. ഞാൻ ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഈ ടോപ്പ്, ദിസ് ഇസ് ഫ്രം H&M. ഐ വെൻ ദെയർ ആൻഡ് ഐ സോ ദിസ്. അവർ അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഇതേ കളറിലെ ഒരു പാൻറ്റ് അവിടെ ഇട്ടിട്ടുണ്ട്. ലൈക്ക് ഇഫ് യു വോണ്ട് യു ക്യാൻ സ്റ്റൈൽ ഇറ്റ് ആൻഡ് ടേക്ക് ഇറ്റ്, അത് സെപ്പറേറ്റ് ആയിട്ട്. ബട്ട് ഐ ജസ്റ്റ് ബോട്ട് ദിസ് ടോപ്പ്. ഇറ്റ് ഇസ് ലൈക്ക് ഇന്ത്യൻ റുപ്പി 4000 ആണ് ഇതിൻ്റെ റേറ്റ്. ഷീക്ക്, വെരി സിമ്പിൾ. ഇപ്പോൾ ഈ വെച്ചിട്ടുള്ളത് ഭയങ്കര ഇന്നാണ്. പണ്ട് ഇത് സാറയിൽ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷവും സാറയിൽ ഇത് ഇന്നായിരുന്നു, പക്ഷേ H&Mൽ ഇല്ലായിരുന്നു. പക്ഷേ ഇങ്ങനത്തെ നെക്ക് വന്നിട്ടുള്ള ഇവിടെ ലേസ് വെച്ചിട്ടുള്ളത് ആണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പിജാമ പോലെ തോന്നുമായിരിക്കും, പക്ഷേ ജെൻസീസിന് നല്ല രീതിയിൽ ഇത് ഇഷ്ടപ്പെടും. ഈവൻ മില്ലേനിയൽസും ഇത് യൂസ് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ബട്ടൺസ് വന്നിട്ടുണ്ട്. അങ്ങനെയാണ്. ഇതിൻ്റെ ലെങ്ത്തും വളരെ നല്ലതാണ്. ആൻഡ് ബാക്ക് ഇസ് ലൈക്ക് ദിസ്. ഇറ്റ്സ് റിയലി നൈസ്. ആൻഡ് ഐ ഹാവ് പെയർഡ് ഇറ്റ് വിത്ത് സ്കേർട്ട് ഫ്രം Zara which I bought few years ago, I would say. And you can even pair it with a skirt or a jeans, anything. Nice clothes. നമുക്ക് ഇവിടെ ഭയങ്കര ചൂടാണ്, അപ്പോൾ ഈ ക്ലോത്തും ഭയങ്കര ഈസി വെയർ ക്ലോത്ത് ആണ്. ഭയങ്കര ചൂട് അധികം എടുക്കുന്നില്ല. റാപ്പായിട്ടുള്ള ടോപ്പുകൾക്ക് ഈ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവില്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ Zaraയും തുടങ്ങി. അറ്റ് ദ സെയിം ടൈം H&Mനും ഉണ്ട്. അപ്പം നമുക്ക് ഇഫ് യു വാണ്ട് അതൊരു ലൂസ് ആണെങ്കിൽ വി ക്യാൻ അഡ്ജസ്റ്റ് ഇറ്റ് as well. ഹെവി ആയിട്ടുള്ള ചെസ്റ്റ് ഉള്ളവരാണെങ്കിൽ ബ്രാ ഇട്ടിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സ്ട്രാപ്പ് യൂസ് ചെയ്യാം. ഇനി ബ്രാ കാണാൻ കുഴപ്പമില്ലാത്തവർക്ക് അതിടാം. എൻ്റെ പോലെയൊക്കെയുള്ളൊരു ശരീരമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ യൂസ് ദിസ് നിപ്പിൾ പാഡ്സ് വിച്ച് യു ക്യാൻ ബൈ എനിവെയർ. ഭയങ്കര കട്ടിയുള്ളതല്ല, പശയില്ലാത്ത ടൈപ്പ് നിപ്പിൾ പാഡ്സ് കിട്ടും. ദാറ്റ് ജസ്റ്റ് സ്റ്റിക്ക് ഓൺ യുവർ സ്കിൻ ലൈക്ക് ദാറ്റ്. അപ്പോൾ അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ജസ്റ്റ് വെയർ ഇറ്റ് ആൻഡ് എവറിത്തിങ് ഇസ് ലൈക്ക് സൂപ്പർ ഈസി, യു നോ. ആൻഡ് ദ നെക്സ്റ്റ് വൺ വിച്ച് ഐ ബോട്ട് is this shirt. This shirt is also from H&M. H&M എന്ന് ഞാൻ നല്ലൊരു ഷോപ്പിംഗ് നടത്തിയിരുന്നു. അപ്പോൾ ദിസ് ഇസ് കൈൻഡ് ഓഫ് H&M ഹോൾ, ഐ വുഡ് സേ. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ കുറച്ച് മിക്സ് ആൻഡ് മാച്ച് കാണിച്ചു തരാമെന്നേ ഉള്ളൂ. സോ ദിസ് ഇസ് എ ഷർട്ട് വിച്ച് ഐ ബോട്ട് ഫ്രം ദെയർ. ഇസ് ലൈക്ക് സൂപ്പർ ലൂസാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഇത് കണ്ടോ, ഇതിൻ്റെ ആ ഒരു സ്ട്രൈപ്സും ഇതിൻ്റെ ആ മെറ്റീരിയലും എയർ കയറുന്ന ടൈപ്പാണ്. കാണുമ്പോൾ ഫുൾ സ്ലീവ് ആണെങ്കിലും ദിസ് ഇസ് ലൈക്ക് സൂപ്പർ ലൂസ് ആൻഡ് നൈസ്. വാട്ട് ഐ ഡു ഇസ് ഐ ഓൺലി പുട്ട് ദിസ് വൺ ബട്ടൺ. ഈ ഒരു ബട്ടൺസേ ഞാൻ ഇടാറുള്ളൂ, ബാക്കിയെല്ലാം ഞാൻ തുറന്നിടും. ഇവിടെയും തുറന്നിടും. ബിക്കോസ് അപ്പം അതൊരു സ്റ്റൈലിഷ് ആയിട്ടിരിക്കും. ആൻഡ് സ്ലീവ് ഞാൻ കയറ്റി വെക്കാറാണ് പതിവ്. ഐ വാസ് വെയറിങ് ഇറ്റ് ടു ദി ഓഫീസ്. ആൻഡ് ഇഫ് യു ആർ ഗോയിങ് ടു ഓഫീസ് യു ക്യാൻ ആക്ച്വലി പെയർ ഇറ്റ് വിത്ത് എ ബ്ലാക്ക് ട്രൗസേഴ്സ് ആൻഡ് ദ ഷർട്ട്. ആൻഡ് ഇറ്റ്സ് സൂപ്പർ ഷീക്ക്. ആൻഡ് ഞാൻ ഈ ഷർട്ട് ഇൻസേർട്ട് ചെയ്യത്തില്ല, ഇറ്റ് ഈസ് ഔട്ട് സൈഡ്. സോ ഇറ്റ്സ് ലൈക്ക് സൂപ്പർ ഷീക്ക്. ഞാൻ ബാങ്കിലൊക്കെ ഇപ്രാവശ്യം കണ്ടത് ഭയങ്കര ഇറങ്ങി പിടിച്ചിരിക്കുന്ന ഡ്രസ്സുകൾ ഇടുകയല്ല. പീപ്പിൾ പ്രിഫർ ലൂസ് ആൻഡ് കംഫർട്ടബിൾ ക്ലോത്ത്സ് ആൻഡ് വെരി ക്ലാസി. സോ ഇത് ഭയങ്കര കംഫർട്ടബിൾ ആൻഡ് ക്ലാസിയാണ്. ആൻഡ് യു ക്യാൻ ഡു എ പോണി ഓർ an easy hair and it would be really, really great. Next pick from H&M is this top. This is a very a simple top, but this is also almost like 4,000 rupees and the material is so nice and chic. Each color ആണ്. മറ്റേ ഷർട്ട് ഒരു സ്കൈ ബ്ലൂ കളറായിരുന്നു, ബ്ലൂ. പക്ഷേ നമ്മളുടെയൊക്കെ കളർ ടോൺ ഇസ് ലൈക്ക് സോ നൈസ്. ആൻഡ് ദ ലെങ്ത് ഇസ് അഗെയിൻ ദിസ് മച്ച്. പുറത്തേക്കൊക്കെ പോകുമ്പോഴത്തേക്കിനും യു ക്യാൻ ജസ്റ്റ് വെയർ ഇറ്റ് ആൻഡ് ഇറ്റ്സ് വെരി നൈസ് മെറ്റീരിയൽ, ബ്രീതബിൾ. ഇത്രയേ ഉള്ളൂ, നമുക്ക് പാക്കൊക്കെ ചെയ്യാനായിട്ട് വളരെ ടൈനി മിനിയാണ്. ആൻഡ് യു ക്യാൻ ആക്ച്വലി വെയർ ഇറ്റ് ടു ഓഫീസ്, സ്ലിപ്പ് ഇൻസൈഡ്, ഓർ if നിങ്ങൾ പുറത്തേക്കൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ പെയർ ഇറ്റ് വിത്ത് ദിസ് കൈൻഡ് ഓഫ് സ്കേർട്ട്. ഓർ ഐ വുഡ് സേ ഐ ഹാവ് ദിസ് trousers which I bought from H&M again. This is kind of a linen trousers ആണ്. Really, really amazing.
അപ്പം ഇതും ഏകദേശം 3000 റുപ്പീസ്, അതായത് ഇവിടുത്തെ ഇപ്പം ഇന്ത്യൻ റുപ്പിയുടെ വാല്യൂ ഭയങ്കര കുറഞ്ഞതുകൊണ്ട് ഇവിടെ 24-25 ഫ്രാങ്ക്സ് എന്ന് പറഞ്ഞാൽ നാട്ടിൽ 3000 റുപ്പീസ് പ്ലസ് ആണ്. അതുകൊണ്ടാണ്. ആവശ്യത്തിന് ലെങ്ത് ഉണ്ട്, ഇത് ഭയങ്കര ചെറുതല്ല. സോ ഇറ്റ്സ് ലൈക്ക് വെരി ബീച്ച് വൈബ് ആൻഡ് ഇറ്റ് ഈസ് ദ വൈബ് ഓഫ് സ്വിറ്റ്സർലൻഡ്. ക്യാൻ യു ബിലീവ്? നല്ല ഇത് ഒരു വേറെ ബീച്ച് ഒക്കെ ഉള്ള ഒരു സ്ഥലത്തൊരു വൈബായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ബട്ട് ഈ വർഷത്തെ സ്വിറ്റ്സർലൻഡ് സെലക്ഷൻ ഇതാണ്. Then I bought this nice white dress. Again, H&M, like adjustable strap under, and there is a zip and the neck has a tiny mini lace on it. ആവശ്യത്തിനുള്ള ലെങ്ത് ഉണ്ട് and it is super duper classy and വെരി നൈസ്. ഞാൻ ഇതൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കിനും ഇതിൻ്റെ ഷോർട്സ് എന്തായാലും എൻ്റെ യൂട്യൂബിലിടാം, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. എൻ്റെ ഒരു ഫ്രണ്ട് ചോദിച്ചു, നീ എന്തായാലും ലിപ്സ്റ്റിക്സ് ചുണ്ടിലിട്ട് കാണിക്കുന്നില്ല എന്നുള്ളത്, അല്ലെങ്കിൽ ഇപ്പം അടുത്തായിട്ട് അവർ ചോദിക്കുമായിരിക്കും എന്തേ ഡ്രസ്സ് ഇട്ട് കാണിക്കുന്നില്ല എന്നുള്ളത്. ബിക്കോസ് ലിപ്സ്റ്റിക്കിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ ഫോർ മീ ലിപ്സ്റ്റിക്ക് ഇപ്പോൾ എൻ്റെ ചുണ്ടിലിടുന്നതായിരിക്കില്ല നിങ്ങളുടെ ചുണ്ടിലിടുമ്പോഴത്തേക്കിനുള്ള ഭംഗിയേനോ. അതുകൊണ്ടാണ് ഞാൻ ലിപ്സ്റ്റിക്ക് ഇട്ട് കാണിക്കാതിരുന്നത്. ഡ്രസ്സാണെങ്കിലും ഈ ഡ്രസ്സ് ഇടാത്തത് വേറൊന്നല്ല, ഞാൻ ഷോർട്സ് ഇടുമ്പോഴത്തേക്കിനും നിങ്ങൾക്ക് കാണാം, അപ്പോൾ അതൊന്ന് പോയി നോക്കിയാൽ മതി. ഉള്ളിൽ ഒരു ചെറിയ ലൈനിങ് മെറ്റീരിയൽ പോയിട്ടുണ്ട് ആൻഡ് ഇറ്റ്സ് അറ്റാച്ച്ഡ്. ആൻഡ് സോ നമുക്ക് അടിയിൽ നിഴൽ കാണാൻ വളരെ ഓപ്ഷൻ കുറവാണ്. ആൻഡ് ദിസ് ഇസ് സോ ഗുഡ് ആൻഡ് സോ ക്ലാസി. ദിസ് യു ക്യാൻ ആക്ച്വലി വെയർ ഇറ്റ് ഔട്ട്സൈഡ് വെൻ യു ഗോ ഫോർ എ ബ്രഞ്ച് ഓർ വെൻ യു ജസ്റ്റ് ഗോ ഔട്ട് ഫോർ എ കോഫി ഓർ ജസ്റ്റ് ടു ദ ലേക്ക് എന്തെങ്കിലും. ആൻഡ് യു ക്യാൻ ആക്ച്വലി പെയർ ഇറ്റ് വിത്ത് എ കോട്ട്. So this is a coat which I bought from Zara when I went to Milano. ഈ വർഷത്തെ സമ്മർ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ലെങ്തി ആയിട്ടുള്ള കോട്ടാണ് ഈ വർഷത്തെ സമ്മർ. നിങ്ങൾക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു കോട്ട് മേടിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ പല കളേഴ്സ് കിട്ടും. ദിസ് ഐ ബോട്ട് ഫ്രം Zara and it cost almost like 7,000 Indian rupees, which is like 69 francs. മിലാനോ എന്നാണ് ഞാൻ മേടിച്ചത്. ഇവിടെയുണ്ട്, ഇത് ലൂസാണ്, ഭയങ്കര ലോങ് ആണ്, എൻ്റെ മുട്ട് വരെയുണ്ട്. സോ ഐ കുഡ് വെയർ ദിസ് ഡ്രസ് വിത്ത് ദിസ് കോട്ട്. ഇതിന് നല്ലൊരു സ്ലീവ് ഉണ്ട്. ഇത് സ്ലീവ് ആക്ച്വലി ഇത്രയും കൈൻ്റെ റിസ്റ്റിന് മുകളിൽ നിൽക്കും. അപ്പോൾ ഈ ഒരു കോട്ടും ഈ ഒരു ഡ്രസ്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ ഓൾസോ വെയർ ഇറ്റ് ടു ദി ഓഫീസ്. കണ്ടോ, ഇറ്റ്സ് ലൈക്ക് സൂപ്പർ ഷീക്ക് ആൻഡ് എലഗൻറ്റ്. ഇതായിട്ട് ഞാൻ മേടിച്ചിട്ടുള്ളത് എൻ്റെ ദിസ് ഇയർ സമ്മർ കളക്ഷനിലേക്ക് ഈ ഒരു ഡ്രസ്സാണ്. ദിസ് ഓൾസോ ഫ്രം H&M. ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് 3,000 rupees ആൻഡ് ദിസ് ഇസ് വെരി സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. ആൻഡ് ഇറ്റ് ഹാസ് എ ടൈ ഹിയർ ആൻഡ് ഇവിടെ ഇങ്ങനെ എലാസ്റ്റിക്, പക്ഷെ അത് ഭയങ്കര വലിഞ്ഞിരിക്കുന്ന എലാസ്റ്റിക് അല്ല, വളരെ ക്ലാസി ആയിട്ടുള്ളൊരു എലാസ്റ്റിക് ആൻഡ് ലൂസാണ്. ഇത് ഭയങ്കര ടൈറ്റ് അല്ല. ആൻഡ് ദ ലെങ്ത് ഇസ് അൺടിൽ മൈ ആങ്കിൾ. എനിക്ക് ഓഫീസിൽ ഇടാൻ പറ്റില്ല എന്തായാലും, എങ്ങനെ ഞാനിത് സ്റ്റൈൽ ചെയ്താലും ഓഫീസിൽ എനിക്ക് ഇടാൻ പറ്റില്ല. അപ്പോൾ ഇതെനിക്ക് ഇവിടെ പവലിൻ്റെ കൂടെയൊക്കെ പുറത്ത് പോകുമ്പോഴോ ഒക്കെ ഇടാനായിട്ട് ഞാൻ ഇത് യൂസ് ചെയ്യും. ഞാൻ H&M ഈ വർഷം മേടിച്ചത് ഇതുപോലത്തെ 2 ടീഷർട്ട്സാണ്. 1,200 bucks 2 ടീഷർട്ട്സ്. കാണുമ്പോൾ ഇതിനൊരു കട്ടിയുണ്ട്, ബട്ട് ആക്ച്വലി ഇത് ഭയങ്കര സുഖമുണ്ട് ഇടാനായിട്ട്. ഞാൻ ഇന്നിപ്പം ഷോപ്പിൽ പോയപ്പോഴത്തേക്കിനും ഐ വാസ് വെയറിങ് ദിസ്. ഐ വാണ്ടഡ് ടു ഹാവ് എ ടീ ലൈക്ക് എനിക്ക് നല്ല പ്രിൻറ്റഡ് ആയിട്ടുള്ള ടീഷർട്ട്സ് ആണുള്ളത്. ഇപ്പോൾ സാറയുടെയൊക്കെ നല്ല കുറേ പ്രിൻസും ഫ്ലോറൽസും ഒക്കെ ഉള്ള. ബട്ട് ഐ വാണ്ടഡ് എ ബേസിക് ടീഷർട്ട്സ് വിച്ച് ഐ കുഡ് പെയർ ഇറ്റ് വിത്ത് എനിത്തിങ്. So I was actually wearing it with runner shorts today. ജീൻസിൻ്റെ കൂടെ അല്ലെങ്കിൽ സ്പോർട്സ് വെയറിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്ത് യു ക്യാൻ ഗോ ഫോർ ദ റെഗുലർ സ്റ്റഫ്. സിംപ്ലിസിറ്റി ഈസ് 2026 ട്രെൻഡ് ഐ വുഡ് സേ. സോ ഈ 2 ടീഷർട്ട്സാണ് ഞാൻ മേടിച്ചത്. അടുത്തായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് അഗെയിൻ അനദർ ഷർട്ടാണ്. ദിസ് ഇസ് ഹൗ ഇറ്റ് ഈസ്. ഞാൻ ആക്ച്വലി ഇത് അലക്കാൻ കൊണ്ടിരിക്കുകയായിരുന്നു ബിക്കോസ് ഞാനത് കഴിഞ്ഞ ദിവസം ഓഫീസിലിട്ടപ്പോഴത്തേക്കിനും കുറച്ച് നല്ല ചൂടായിരുന്നു ഇവിടെ പുറത്ത്. അപ്പോൾ ഐ തോട്ട് ഓഫ് ജസ്റ്റ് വാഷിങ് ഇറ്റ്. സോ
ദിസ് ഈസ് ഹൗ ഇറ്റ് ഈസ് എക്സാക്ട്ലി ആ ബ്ലൂവിൻ്റെ തന്നെ പോലത്തെയാണ്. ബട്ട് ദിസ് ഈസ് ലൈക്ക് സൂപ്പർ ലെങ്തി. ആക്ച്വലി പെയർഡ് വിത്ത് ദിസ് മിനി സ്കേർട്ട്. ഇത്രയേ ഉള്ളൂ ഇത്. ആൻഡ് വെൻ യു വെയർ ദ ഷർട്ട്, ദിസ് ഇസ് ലൈക്ക് ഇത് അതിൻ്റെ മുകളിൽ കിടക്കും, സ്കേർട്ട് കാണത്തേയില്ല. ബാക്കിൽ കുറച്ചും കൂടി ലെങ്ത്ത് കൂടുതലാണ്, ഫ്രണ്ടിൽ കുറച്ച് കുറവാണ്. സൂപ്പർ ലൂസ് അഗെയിൻ. ഇത് നിങ്ങൾക്ക് എൻ്റെ ഷോർട്ടിൽ കാണാം, ഞാൻ ഓൾറെഡി ഇതിട്ടിട്ടുണ്ട്. സോ ഐ വെൻറ്റ് ടു ഓഫീസ് വിത്ത് ദിസ് ആൻഡ് ഇറ്റ് വാസ് ലൈക്ക് അമേസിങ്. കോളർ അങ്ങനെ ഇരിക്കുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ അപ്സൈഡ് ഡൗൺ ടേപ്പ് അല്ലേ നമുക്ക് എവിടെയൊക്കെ ഒട്ടിക്കാൻ പറ്റുന്നത്, അതുപോലത്തെ ടേപ്പ് വെച്ചിട്ട് ഞാൻ അതിൻ്റെ കോളർ ഒട്ടിക്കും. എന്നിട്ട് വൈകുന്നേരം ആകുമ്പോൾ അത് പറിച്ച് കളഞ്ഞാൽ മതി. സോ ഇറ്റ് വിൽ സ്റ്റേ ദെയർ ഇറ്റ്സെൽഫ്. ഞാൻ H&Mൽ നിന്ന് മേടിച്ചതിൻ്റെ ഒരു സെലക്ഷൻ കഴിക്കാനാണെങ്കിൽ ഐ ദെൻ ബോട്ട് സം പിജാമാസ്. ലൈക്ക് ഇതുപോലത്തെ നമുക്ക് ട്രൗസേഴ്സ് മേടിക്കാൻ കിട്ടും. സോ ഞാൻ ഇങ്ങനത്തെ ഷോർട്സ് മേടിച്ചായിരുന്നു, വിച്ച് ഇസ് ലൈക്ക് വെരി കംഫർട്ടബിൾ ആൻഡ് ഇറ്റ്സ് ലൈക്ക് കോട്ടൺ ആണ്. സോ ഇതുപോലത്തെ ആയിട്ട് വരുന്ന ഒരു പെയറായിട്ട് വരുന്ന ട്രൗസർ മേടിച്ചായിരുന്നു. തന്നെ 2 ഷോർട്സ്. ഞാൻ ഇത് യൂസ് ചെയ്തിട്ട് പറയാം. സോ ഇതാണ്, ഇതൊരു ലൈറ്റ് വൈറ്റ് കളർ, ലൈറ്റ് വൈറ്റ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാൻ, വൈറ്റ് അല്ല. ആൻഡ് ഓൾസോ ദിസ് ബ്ലൂ വിത്ത് സം ലെമണി ഡിസൈൻസ്. നോർമലി ഞാൻ പിജാമ മേടിക്കുന്നത് ടോപ്പും ബോട്ടവും കൂടിയിട്ടാണ്. ബട്ട് ദിസ് ടൈം ഐ ഡിഡ്ന്റ് വാണ്ട് ടു ബൈ ലൈക്ക് ടോപ്പും. എനിക്ക് പിജാമ എന്ന് പറഞ്ഞാൽ പ്രാന്താണ്. ഞാൻ ഈ പുറത്തിരുന്ന ഡ്രസ്സ് വീട്ടിലിടാറില്ല, പഴയതാവുമ്പം വീട്ടിലിടുക ആ ഒരു സംഭവം എനിക്കില്ല. എനിക്ക് പിജാമാസ് തന്നെയായിട്ട് മേടിക്കണം. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ H&Mൽ പോയിട്ട് ഐ ബോട്ട് ദിസ് കൈൻഡ് ഓഫ് വെരി എലഗൻറ്റ് പിജാമാസ്. ആൻഡ് ദിസ് ഇസ് ലൈക്ക് അഗെയിൻ കോട്ടൺ. ഞാനിതൊരു വാഷ് കഴിഞ്ഞു, എന്നിട്ടും ഒരു പ്രശ്നമില്ല. ആൻഡ് ഐ ഡിഡ് ഹാൻഡ് വാഷ് ഇൻ ദ വാഷിംഗ് മെഷീൻ. പക്ഷെ ഒരു പ്രശ്നമില്ല, ചുരുങ്ങി കൂടിയിട്ടൊന്നുമില്ല. ഇറ്റ്സ് വെരി വെരി നൈസ് ആൻഡ് ഇടുമ്പോഴും നല്ല ഭംഗിയാണ്. ഏതെങ്കിലും ഒരു വൈറ്റ് ടോപ്പിൻ്റെ ഒക്കെ കൂടെ വീട്ടിലിട്ടുകൊണ്ട് നടക്കാൻ എനിക്ക് പിജാമാസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. വീട്ടിലും എലഗൻ്റായിട്ട് തന്നെ നടക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ ദിസ് വാസ് another pants which I bought. ഇതിൻ്റെ ടോപ്പും H&Mൽ സെറ്റായിട്ട് കിട്ടും, ബട്ട് ഐ ഡെൻറ്റ് ബൈ ലൈക്ക് ദാറ്റ്. H&Mൽ നിന്ന് ഈ വർഷം മേടിച്ചത് ഇത്രയാണ് ഈ സമ്മറിലേക്ക് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ വാട്ട് ഐ പർച്ചേസ്ഡ് ഇസ് ഫ്രം മിലാനോ. ഞാൻ മിലാനോയിൽ നിന്നും ഇങ്ങനത്തെ ഒരു വൈറ്റ് പാൻസ് മേടിച്ചിട്ടുണ്ടായിരുന്നു. വെരി സിമ്പിൾ വൈറ്റ് പാൻസ്. ആൻഡ് ഐ വാണ്ടഡ് ടു വെയർ ഇറ്റ് വിത്ത് ഫോർ എക്സാമ്പിൾ ദിസ് ടോപ്പ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടോപ്പിൻ്റെ കൂടെ ഈ ഒരു വൈറ്റ് ലിനൻ പാൻസ് ഞാൻ പെയർ ചെയ്യാമെന്ന് കരുതി. ഇതിന് ഇത്തിരി ലെങ്ത്ത് കൂടുതലാണ്. സോ ഐ വിൽ ബി സ്റ്റിച്ചിങ് ഇറ്റ്. ഞാൻ ഈ വർഷം മേടിച്ചത് ഈ ഒരു ടോപ്പാണ്. ഇത് നിങ്ങൾ എൻ്റെ ഷോർട്ടിൽ കണ്ടിട്ടുണ്ടാവും. ഈ ഒരു ടോപ്പാണ്. ഇതും കുറച്ചധികം പ്രൈസിയാണ്. ഓൾമോസ്റ്റ് 4500 5000 ഓളം വരും. ഇത് വളരെ ഈസി ടു വെയർ. അയ്യോ എന്തൊരു സുഖമെന്നറിയാം ഇതിടാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനത്തെ ഒരു ടോപ്പാണ്. സെൻറ്ററിൽ ഇങ്ങനെ കെട്ടുകളാണ്, നമുക്ക് ഹുക്കില്ല, ഒരു 2 കെട്ടേ ഉള്ളൂ. അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ നമ്മളുടെ ഈ ഒരു ഭാഗം വിസിബിൾ ആയിരിക്കും. അപ്പം ചെസ്റ്റൊക്കെ കുറച്ച് അധികം ഉള്ളവർക്ക് എന്തോരം കംഫർട്ടബിൾ ആയിരിക്കും എന്ന് എനിക്കറിയില്ല. ബട്ട് ഫോർ മീ ഇറ്റ് ഈസ് ഓക്കെ. ഒരു എംബ്രോയിഡറി പോയിട്ടുണ്ട് ഇങ്ങനെ. ഞാൻ ഒന്നും അയൺ ചെയ്യാറില്ല, ഞാൻ സ്റ്റീമാണ് ചെയ്യണത്. സോ ഐ നീഡ് ടു സ്റ്റീം ഇറ്റ്. സോ ഇതെനിക്ക് ഓഫീസിലിടാൻ പറ്റില്ല, ബട്ട് ഐ കുഡ് വെയർ ഇറ്റ് ഹിയർ. പുറത്തൊക്കെ പോകുമ്പോഴത്തേക്കിനും ഐ കുഡ് വെയർ ഇറ്റ്. അടുത്തത് മിലാനോയിൽ നിന്ന് ഞാൻ മേടിച്ചത് ഇങ്ങനത്തെ കോളർ ഉള്ള ടീഷർട്ട്സ് ആണ്. വെരി എലഗൻറ്റ്. എക്സ്ട്രാ സ്മോൾ ആണ് എൻ്റെ സൈസ്. സോ ഇറ്റ്സ് സൂപ്പർ എലഗൻറ്റ്. സോ വി കുഡ് പെയർ ഇറ്റ് വൈറ്റ് ട്രൗസറിൻ്റെ കൂടെ, അല്ലെങ്കിൽ വൈറ്റ് പാൻറ്റിൻ്റെ കൂടെയൊക്കെ നമുക്ക് ഇത് പെയർ ചെയ്യാം. ആൻഡ് ഇതിപ്പോൾ ഒരു ഇപ്പം ഈ സമ്മർ കഴിഞ്ഞ് ഓട്ടത്തിലേക്ക് പോയാലും വി കുഡ് യൂസ് ഇറ്റ്. അപ്പം പണ്ടൊക്കെ എനിക്ക് ലൈറ്റ് കളേഴ്സ് അത്ര, നാട്ടിൽ ഞാൻ ജീവിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ലൈറ്റ് കളേഴ്സ് ചേരത്തില്ലെന്നാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷേ ഇവിടെ വരുമ്പോൾ എന്ത് ലൈറ്റ് എന്ത് ഡാർക്ക്, നമ്മളുടെ കളറ്, നമ്മളുടെ ആ ഒരു നമ്മളുടെ കോംപ്ലക്ഷൻ ഇവിടെ ആൾക്കാർ പൈസ കൊടുത്തുണ്ടാക്കുവാണ്. അപ്പം നമ്മൾക്ക് ഇതുപോലത്തെ കളേഴ്സൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മുഖം കുറച്ച് ഡള്ളാവും. ദാറ്റ് ഈസ് ട്രൂ. ബട്ട് ഹൂ കെയർസ്, യുനോ. ഡാർക്ക് ഇടുമ്പോഴാണ് നമ്മുടെ മുഖം കുറച്ച് നന്നായിട്ട് ബ്രൈറ്റ് ആവുക. പക്ഷേ ഫോർ മീ now it doesn't matter because I don't live in India. I don't have that stereotype inside my head. It's gone with the wind. പക്ഷേ I would try കുറച്ച് ബ്രൈറ്റ് ആവാനല്ല, ഫ്രഷ് ആയിട്ടിരിക്കാൻ നോക്കും. I don't care about brightness. So ആ ഫ്രഷ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് I try to make sure my neck is visible.
അപ്പോൾ ഈ ഒരു ഭാഗം വിസിബിൾ ആവുന്ന രീതിയിലുള്ള ഡ്രസ്സുകളാണ് ഞാൻ കൂടുതലും എടുക്കാറ്. ഹൈനെക്കായിട്ടുള്ള ടീഷർട്ട്സൊക്കെ ഉണ്ടെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങൾ അല്ലെങ്കിൽ റെഗുലറായിട്ട് ഓഫീസിലിടുന്നതൊക്കെ ഞാൻ കുറച്ച് നെക്ക് വിസിബിൾ ആയിട്ടുള്ളതാണ് ഇടാറ്. സോ ദാറ്റ് എൻഹാൻസസ് ദ ഫ്രഷ്നെസ് ഓഫ് മൈ ഫേസ്. നെക്സ്റ്റ് വൺ വിച്ച് ഐ ബോട്ട് വാസ് ദിസ് വൈറ്റ് സ്ലീവ്ലെസ് ടോപ്പ്. ഇതിൽ നല്ല വൈഡായിട്ടുള്ള നെക്കാണ്. ആൻഡ് ഓൾസോ ഇവിടെ താഴെ ഇവിടെ ഇങ്ങനെ ഹുക്കുണ്ട്. സോ നമ്മൾ ഇൻസേർട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് പുറത്തേക്ക് ഇറങ്ങി പോരത്തില്ല. ദിസ് ഐ ബോട്ട് ഫ്രം H&M മിലാനോ, വിച്ച് ഇസ് എഗെയിൻ ഇപ്പോൾ സാറയ്ക്കൊക്കെ ഇതുപോലത്തെ, എനിക്ക് ഒരു 10 വർഷം മുമ്പ് സാറയുടെ ഇതുപോലത്തെ ടോപ്സ് ഉണ്ട്, അതിപ്പോഴും എനിക്കുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ സാറേനെ അവർ നല്ലപോലെ എടുത്തിട്ടുണ്ട്. ദേ ഹാവ് കുറച്ചുകൂടി പ്രൈസ് കുറച്ചിട്ട് അവർ കുറച്ച് നല്ല ക്വാളിറ്റി സാധനമൊക്കെ ഇറക്കാൻ നോക്കിയിട്ടുണ്ട്. സോ ദിസ് ഈസ് അനദർ ടോപ്പ് വിച്ച് ഐ കുഡ് പെയർ ഇറ്റ് വിത്ത് നമ്മുടെ കോട്ടില്ലേ, ആ കോട്ടിൻ്റെ കൂടെ പെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഇതുപോലെ വൈഡ് നെക്കുള്ള സ്ലീവ്ലെസ് ടോപ്പ്. ഇതിന് താഴേക്ക് ഹുക്ക് ഓപ്ഷൻ ഇല്ല, അതുകൊണ്ട് തന്നെ പക്ഷേ ഇറ്റ് ഡസൻറ്റ് മാറ്റർ, അത് ഇൻസേർട്ടായിട്ട് അവിടെ ഇരുന്നോളും, കുഴപ്പമൊന്നുമില്ല. സോ ദിസ് ഇസ് വൺ. അഗൈൻ ഐ ബോട്ട് ദിസ് സെയിം item with a different color shade. Black ആണ്, ബ്ലൂ അല്ല ബ്ലാക്ക് ആണ്. സോ ഐ വുഡ് യൂസ് ഇറ്റ് വിത്ത് എ കോട്ട് ഓർ വിത്ത് എ ഷർട്ട് ഓപ്പൺ. മനസ്സിലായോ? ഇപ്പോൾ ഷർട്ടൊക്കെ നമ്മൾ നേരത്തെ മേടിച്ച ഷർട്ട് ഇട്ടിട്ട് ഐ കുഡ് ജസ്റ്റ് ഓപ്പൺ ഇറ്റ് ആൻഡ് വെയർ ഇറ്റ് ആൻഡ് പെയർ ഇറ്റ് വിത്ത് പാൻസ് ഓർ സംതിങ് ലൈക്ക് ദാറ്റ്, ഓർ എ സ്കേർട്ട് ടു ഓഫീസ് ഓൾസോ. വിത്ത് മിലാനോ പർച്ചേസ്. ഇത് ഈ ഒരു റാൻഡം ഷോപ്പിൽ നിന്ന് മേടിച്ചാണ്. ആ സെയിം നമ്മുടെ സിട്രിക് കളർ യെല്ലോ നമ്മൾ നേരത്തെ കണ്ടില്ലേ, അതിൻ്റെ തന്നെ ബ്ലൂ ആണ്. ദിസ് ഐ നോർമലി യൂസ് ഇറ്റ് ടു ഓഫീസ് ഓർ ഫോർ എ ബ്രാഞ്ച് ഓർ സംതിങ്. ആൻഡ് ഐ പെയർ ഇറ്റ് വിത്ത്, ലാസ്റ്റ് ടൈം ഐ പെയർഡ് ഇറ്റ് വിത്ത് ദിസ് കൈൻഡ് ഓഫ് ട്രൗസേഴ്സ് ആർ സാറ ട്രൗസേഴ്സ്. ഇത് ഇങ്ങനെ എന്താ പറയുക, ഫ്ലീറ്റുള്ള ഇങ്ങനെ ഇവിടെ ഹുക്കുള്ള സിബുള്ള ട്രൗസേഴ്സാണ്. ഒന്നുമില്ല, ഇങ്ങനെ സിമ്പിൾ ആൻഡ് പ്ലെയിൻ, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്താണ്. ആൻഡ് ദിസ് ഐ ഹാവ് സിൻസ് ലാസ്റ്റ് 8 years ഇൻ മൈ വാർഡ്രോബ്. ഇത് കുറേ യൂസ് ചെയ്തിട്ടുണ്ട് ആൻഡ് ഇറ്റ്സ് റിയലി ഗുഡ്. ഒന്നും പറ്റിയിട്ടില്ല, ഹുക്കൊന്നും പോയിട്ടില്ല. ആൻഡ് സാറ, ഐ ലവ് സാറ, ക്വാളിറ്റി വൈസ് ഐ ലവ് സാറ. പക്ഷേ ഈ വർഷത്തെ സെലക്ഷൻസ് കുറഞ്ഞു പോയെന്നേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു എൻ്റെ ടൈപ്പ് അല്ല എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇത് ഞാൻ ഓഫീസിൽ യൂസ് ചെയ്യും. ആൻഡ് ഐ യൂസ് ദിസ് ടീഷർട്ട് വിത്ത് ദിസ് പാൻസ് അല്ല ട്രൗസേഴ്സ്. ആക്ച്വലി എനിക്കിതിൻ്റെ തന്നെ ബ്ലാക്ക് ഉണ്ട്. സോ ഐ കുഡ് യൂസ് ദറ്റ് ബ്ലാക്ക് ഓൾസോ വിത്ത് എനി ദിസ് കൈൻഡ് ഓഫ് ടീഷർട്ട്സ് ആൻഡ് വെയർ ഇറ്റ് ടു ഓഫീസ്. ബിസിനസ് കാഷ്വൽ ആണ് ഐ പ്രിഫർ ദിസ് ഇയർ മോർ ദാൻ പ്രോപ്പർ ബിസിനസ് സൂട്ട്, ബിക്കോസ് സമ്മർ ഇസ് ഓൾ അബൌട്ട് എ ബിറ്റ് കാഷ്വൽ ബട്ട് ബിസിനസ്. നമുക്ക് ടീഷർട്ട് ഇട്ടിട്ട് ഓഫീസിൽ പോകാൻ പറ്റില്ല. സോ ഐ നീഡ് ടു ബി എ ബിറ്റ് കോഷ്യസ്. പക്ഷേ നമ്മളിങ്ങനെ ഓഫീസിലിങ്ങനെ ഇട്ടിട്ടിട്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോഴും നമ്മൾ ഓട്ടോമാറ്റിക്കലി കുറച്ചൊരു ആ ഒരു രീതിയിലേക്കൊക്കെ പോകും. ബട്ട് ഇറ്റ് ഡസൻറ്റ് മാറ്റർ, ഹൂ കെയർസ്. വർഷം ഞാൻ എൻ്റെ സമ്മർ കളക്ഷനിലേക്ക് പുതിയതായിട്ട് ആഡ് ചെയ്തിട്ടുള്ള എൻ്റെ കളക്ഷൻസ് എല്ലാം തീർന്നു. ബട്ട് ഐ വുഡ് ഓൾസോ ലൈക്ക് ടു ഷോ സം ഓഫ് മൈ ഫേവറേറ്റ്സ് വിച്ച് ഐ ഹാവ്. എൻ്റെ കയ്യിൽ ഓൾറെഡി ഉള്ള കുറച്ച് സമ്മർ പിക്സ് ആണ്, പക്ഷേ ദാറ്റ് സൂട്ട്സ് ദിസ് ഇയേഴ്സ് സമ്മർ ട്രെൻഡ് ഫോർ മീ പേഴ്സണലി. ഷർട്ട് ഫ്രം സാറ. എഗെയിൻ നമ്മുടെ മറ്റേ ഷർട്ട് പോലത്തെ തന്നെ ഷർട്ടാണ്. ആൻഡ് ഇറ്റ്സ് പ്രിറ്റി എക്സ്പെൻസീവ്. നമ്മുടെ നേരത്തെ കാണിച്ച ഒരു റേറ്റ് ഒക്കെ തന്നെയാണ്. ആൻഡ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഞാനിത് എപ്പോൾ ഇട്ടാലും ആൾക്കാർ ചോദിക്കും ബട്ടൺ കറക്റ്റായിട്ടല്ല ഇട്ടിരിക്കണമെന്ന്. ബിക്കോസ് ഇതിൻ്റെ താഴെ ഇങ്ങനെ ഒരു ലെയർ തൂങ്ങി കിടക്കും, ബാക്കിൽ അതുപോലെ തന്നെ ഒരു ലെയർ തൂങ്ങി കിടക്കും. ആൻഡ് ഇറ്റ് ലുക്സ് ലൈക്ക് നമ്മൾ ബട്ടൺ അൺഈവനായിട്ട് ഇട്ടിരിക്കുകയാണെന്ന്. പക്ഷെ അല്ല, ഇതാണ് അതിൻ്റെ മെറ്റീരിയൽ. ഇതൊരു ക്രഷ്ഡ് കോട്ടൺ, വളരെ നല്ല കോട്ടൺ ആണ്. ആൻഡ് ഇറ്റ്സ് ലൈക്ക് എ ബിറ്റ് ക്രഷ്ഡ് കൈൻഡ് ഓഫ് എ മെറ്റീരിയലാണ്. ആൻഡ് ദിസ് ഈസ് മൈ നെക്സ്റ്റ് പിക്ക്. ആൻഡ് ഇറ്റ് ഹാസ് ലൈക്ക് സം കൈൻഡ് ഓഫ് എ പൈപ്പിംഗ് ഓൺ ടോപ്പ് ഓഫ് ദ ചെസ്റ്റ് ഇങ്ങനെ പോയിട്ടുണ്ട്. എൻ്റെ ഷോർട്സിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ ഒരു ഇത് വെച്ചിട്ടുള്ള, ഞാൻ നാട്ടിൽ വന്നപ്പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. കാണുമ്പോൾ ഇങ്ങനെ ആണെങ്കിലും ഉണ്ടല്ലോ, ഈ സ്ലീവ്ലെസ് ഒക്കെ ഇടുന്നതിനും ഏറ്റവും ഭയങ്കര സുഖമാണ് ഇതിട്ടുകൊണ്ട് നടക്കാനായിട്ട്. പിന്നെ ഇവിടെ ഭയങ്കര സണ്ണാണ്. ഞാനൊക്കെ ഇത് കണ്ടോ, ഫോർ മീ ഈ സൈക്കിളൊക്കെ ചവിട്ടി 2 കളറായിട്ടിരിക്കുകയാണ്.
ഇവിടെ ദേഹമൊക്കെ. പക്ഷേ ഞാനതുകൊണ്ട് കുറച്ച് ഫുൾ സ്ലീവ് ഇപ്രാവശ്യം പ്രിഫർ ചെയ്യുന്നുണ്ട്. സോ ദിസ് ഇസ് മൈ നെക്സ്റ്റ് പിക്ക്. പെയർ ഇറ്റ് വിത്ത് again this trousers or jean. So I could pair it with the trousers or jeans or anything. And my next pick is this shirt again. This is a shirt era for me, shirt summer for me. So this is another blue ഷർട്ട്. മറ്റേ ബ്ലൂ ഷർട്ട് എന്ന് പറയുമ്പോഴത്തേക്കിനും ബ്ലൂ ബേസ് ചെയ്തിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് തിൻ സ്ട്രൈപ്പ് പോയിട്ടുണ്ട്. ഇത് വൈറ്റാണ് ബേസ്, അതിൽ തിക്ക് ബ്ലൂ സ്ട്രൈപ്പ് പോയിട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് ഓൾസോ റിയലി നൈസ്. ഞാൻ ഇതിൻ്റെ കൂടെ ഒരു ഡെനിമിൻ്റെ ഷോർട്ടോ അല്ലെങ്കിൽ ജീൻസോ ഓർ ഇതിൻ്റെ ഉള്ളിൽ ഒരു ടീഷർട്ട് സ്ലീവ്ലെസ് ആയിട്ടുള്ള വൈറ്റ് നെക്ക് ടോപ്പ് ഇട്ടിട്ട് ഐ കുഡ് ഓൾസോ ഓപ്പൺ ദിസ് ഷർട്ട് and it is super classy. I could also wear it with the white shorts which you guys saw before. Adinte kode ittu kaanam. So this is my next 2026 summer pick. Shirt aanu. This is from Zara again. The other blue was also from Zara. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലെങ്ത്ത് വളരെ ചെറുതാണ് ആൻഡ് ഇറ്റ് ഹാസ് ലൈക്ക് എ പഫി എൻഡ്. ഞാൻ പറഞ്ഞിട്ടുള്ളത് ഐ ആക്ച്വലി പുട്ട് ദിസ് ഇൻസൈഡ് ഔട്ട് ടേപ്പ് കോളറ് ഞാനിങ്ങനെ ഓപ്പൺ ആക്കി വെക്കും നല്ലപോലെ. ആൻഡ് ഐ വെയർ ടു ദി ഓഫീസ് ആൻഡ് ഐ കുഡ് പെയർ ഇറ്റ് വിത്ത് എ സ്കേർട്ട്. I could pair it with the loose pants, and when I go for a brunch or something I could wear it with the white shorts or white pants which I have. So it's നമുക്ക് ഒരു ക്രൈസിസ് സിറ്റുവേഷൻ ഇല്ല, നമുക്ക് ഓടിപ്പോയി ഇടാം, അങ്ങനത്തെ ഒരു ഷർട്ടാണ്. ദിസ് ഈസ് മൈ നെക്സ്റ്റ് സമ്മർ പിക്ക്. അടുത്ത സമ്മർ പിക്ക് ഇതാണ്. ദിസ് ഈസ് ഫ്രം H&M പോളണ്ട്. പക്ഷേ ഇവിടുത്തെ H&Mൽ ഇതിൻ്റെ വേറെ ഡിസൈൻസ് ഈ വർഷം ഇറങ്ങിയിട്ടുണ്ട്. ദിസ് ഐ ബോട്ട് ദിസ് ഇയർ ബിഗിനിങ്. ഫ്ലോറൽ, ഇംഗ്ലീഷ് ഫ്ലോറൽ ആണ്. പിന്നെ ഇവിടെ ഒരു ലേസ് ഡീറ്റെയിലിങ്ങും പോയിട്ടുണ്ട്. ആൻഡ് സ്ലീവ്സ് ആർ ലൈക്ക് ദിസ് ഫ്ലവറി കൈൻഡ് ഓഫ്. ആൻഡ് ഇവിടെ കുറച്ച് സ്റ്റിച്ചസും പോയിട്ടുണ്ട്. ആൻഡ് ഇവിടെ താഴെ ഇങ്ങനെ ഫ്ലെയർ ഉണ്ട്. ഇവിടെ താഴെയും ഇങ്ങനെ ലേസ് പോയിട്ടുണ്ട്. ഇത് നിങ്ങൾ എഗെയിൻ എൻ്റെ ഒരു ഷോർട്ടിൽ കണ്ടിട്ടുണ്ടാവും. I could wear this for a brunch or just going out for a walk or to office. ഓഫീസിൽ ഞാനിത് വെയർ ചെയ്തിട്ടുള്ളത് സാറയുടെ തന്നെ ഒരു ബ്ലൂ പാൻസ് ഉണ്ടായിരുന്നു, അത് വെച്ചിട്ടാണ് ഞാൻ വെയർ ചെയ്തത്. അതിൻ്റെ പിക്ചർ ഞാൻ കൊടുക്കാം. ആൻഡ് ഇറ്റ്സ് ലൈക്ക് നമ്മൾ എപ്പോഴും മേടിക്കുമ്പോൾ നമ്മൾ ചൂസ് ചെയ്യണേ നമുക്കതൊരു ക്യാഷ്വലായിട്ട് ഇടാൻ പറ്റുമോ, അതിനെ നമുക്ക് എങ്ങനെ ഫോർമലാക്കി മാറ്റാം ജോലി ചെയ്യുന്നവരാണെങ്കിൽ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് ഷോപ്പ് ചെയ്യാറ്. ഗുഡ് ക്വാളിറ്റി. ഞാനത് വാഷൊക്കെ ചെയ്തിട്ടുണ്ട്. H&M and Zara കളറൊന്നും പോകത്തില്ല. ആൻഡ് അത് ഭയങ്കര ഒരു ഗുഡാണ്. ഇപ്പം ഞാൻ H&Mൻ്റെ ഫാനായി മാറിയിരിക്കുന്നു. ഞാൻ H&M അങ്ങനെ മേടിക്കുന്ന ആളല്ലായിരുന്നു. ഇതൊക്കെയാണ് എൻ്റെ ഈ വർഷത്തെ പിക്ക്. പക്ഷേ ഇതിൻ്റെ ഒപ്പം തന്നെ എനിക്ക് ഇത്രയും ഡ്രസ്സുകൾ അവിടെ തൂങ്ങിക്കിടക്കുന്നുണ്ട്. അതൊന്നും ഞാൻ നിങ്ങളെ കാണിക്കുന്നില്ല. ബിക്കോസ് അതൊന്നും എൻ്റെ 2026 എൻ്റെ തലയിലുള്ള സാധനങ്ങളല്ല. മേ ബി വെൻ ഐ ഗോ ടു ഓഫീസ് ഐ വിൽ ജസ്റ്റ് ടേക്ക് ആൻഡ് വെയർ ഇറ്റ്. ദാറ്റ് ഈസ് എ ഡിഫറെൻറ്റ് സ്റ്റോറി. 26 എന്നെ അട്രാക്ട് ചെയ്തിട്ടുള്ള കുറച്ചാണ് നിങ്ങളെ കാണിച്ചു തന്നത്. ഞാൻ ഇതായിരിക്കും കൂടുതലും ഇടുക. പിന്നെ ഓഫീസിൽ ഞാൻ കുറേ ഉടുപ്പുകളുണ്ട് എനിക്ക് ഏത് വെതറിലും വെയർ ചെയ്യാൻ പറ്റുന്ന. നിങ്ങൾ എന്നെ കണ്ടിട്ടുണ്ടാവുമല്ലോ ആ ഒരു സോക്സ് ഒക്കെ ഇട്ടിട്ട് ഞാൻ വെയർ ചെയ്യുന്നത്. അതിപ്പോൾ സമ്മറിൽ സോക്സ് ഇടാതെ നമുക്ക് വെയർ ചെയ്യാം. അങ്ങനെ വെയർ ചെയ്യാൻ പറ്റുന്ന ഓഫീസ് വെയർസ് എനിക്ക് കുറേ ഉണ്ട്. പിന്നെ ഐ ഓൾവേസ് ട്രൈ ടു വെയർ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ട്. അതാണ് ഞാൻ കൂടുതലും ബ്രഞ്ചിനൊക്കെ പോകുമ്പോഴത്തേക്കിനും ഇവിടെ പുറത്തിടുന്നത്. പിന്നെ ഓഫീസിൽ പോകുമ്പോഴത്തേക്കിനും വാട്ട് ഐ ഡു ഇസ് ഐ ഹാവ് ലൈക്ക് ഫ്ലാറ്റ്സ് ലൈക്ക് ദിസ്. സോ ഇങ്ങനത്തെ ഫ്ലാറ്റ്സ് യൂസ് ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ഇങ്ങനത്തെ ഒരു ഹീൽസ്, അതായത് നമ്മുടെ സ്കിൻ കളറിലുള്ള ഇങ്ങനത്തെ ഒരു ഹീൽസ് ഉണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ പെയർ ഇറ്റ് വിത്ത് സോ മെനി ഓഫീസ് വെയർസ് ആയിട്ട് നമുക്ക് പെയർ ചെയ്യാം. ഇങ്ങനത്തെ ഒരു സ്ക്വയർ ടൈൻഡിലുള്ള ഒരു ഹീല് മേടിക്കാൻ നോക്കുക. സോ നമുക്ക് കുറച്ചും കൂടി മറ്റേ സൂചി പോലെയുള്ളതിനേക്കാളും ഇങ്ങനത്തെ സ്ക്വയർ ആയിട്ടുള്ളത് നമുക്ക് കുറച്ചും കൂടി ഗ്രിപ്പ് തരും. ആൻഡ് ഇറ്റ്സ് വെരി കംഫർട്ടബിൾ ഫോർ മീ ടു വെയർ. ലൈക്ക് ഐ എം വെയറിങ് ഇറ്റ് സിൻസ് ലാസ്റ്റ് 4 years. സോ ഇറ്റ്സ് വെരി കംഫർട്ടബിൾ. അഗെയിൻ സാറ. ഇവിടെ ഇരിക്കുന്നത് മുഴുവൻ എൻ്റെ ഷൂ കളക്ഷൻസാണ്. ഇതെല്ലാം ഞാൻ ഓഫീസിൽ പോകുമ്പോൾ ഇടാറുണ്ട്. ഇതെല്ലാം ഞാൻ ഇങ്ങനെ കവർ ചെയ്താണ് വെക്കുക. ഞാനൊരു ദിവസം ഇനി എൻ്റെ ഷൂ കളക്ഷൻസ് ആയിട്ട് വരാം. അപ്പോൾ അതൊക്കെ ഞാൻ ഇടാറുണ്ട്. ഫോർ എക്സാമ്പിൾ ഇങ്ങനത്തെ ഷൂസ് ഞാനിടും. അപ്പോൾ ബ്ലാക്ക്
ഷർട്ടോ അല്ലെങ്കിൽ സ്കേർട്ടോ ട്രൗസേഴ്സോ ഒക്കെ ഇടുന്ന സമയത്ത് ഐ ജസ്റ്റ് പെയർ ഇറ്റ് വിത്ത് ലൈക്ക് എ പോപ്പപ്പ് കളർ ലൈക്ക് ദിസ്. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ആൻഡ് നമ്മൾ ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോഴേ ഞാൻ ഇതിടാറില്ല. കാര്യം നമ്മൾ ഈ ബസ്സും ട്രെയിനൊക്കെ കയറി പോകുന്നതാണ്. ആൻഡ് റോഡിൽ കൂടെ നടക്കുമ്പം വാട്ട് ഹാപ്പൻസ് ഇസ് ലൈക്ക് ഇതിൻ്റെ ഈ താഴെയുള്ള ഈ ഭാഗം കേടായി പോവും. ആൻഡ് നമ്മൾ കടയിൽ കൊണ്ടുപോയി ഇവിടെ നാട്ടിലെ പോലെയല്ല, നമുക്കിവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതൊക്കെ ശരിയാക്കി എടുക്കാൻ. സോ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഐ നോർമലി ഒരു ബാഗിൽ ഞാനിത് കൊണ്ടുപോകും. ആൻഡ് ഞാനൊരു ഫ്ലിപ്പ് ഫ്ലോപ്പ് അല്ലെങ്കിൽ ഒരു ബാലറീന ഇട്ടിട്ടാണ് ഓഫീസിൽ പോകാറ്. ആൻഡ് അവിടെ ചെന്ന ഉടനെ അത് അവിടെ ഊരിയിട്ടിട്ട് ആൻഡ് ഐ വെയർ ദിസ്. സോ അവിടെ ഓഫീസിൽ നമ്മുടെ ഫ്ലോർ കാർപ്പറ്റാണ്. ആൻഡ് മൈ ഷൂസ് ആർ ഓൾവേസ് സേഫ്. ഈ കാണുന്നതെല്ലാം 10 വർഷമൊക്കെ ആയിട്ട് എൻ്റെ അടുത്തുള്ള ചെരുപ്പുകളാണ്. ഇതൊന്നും ഇതുവരെ ഒരു പ്രശ്നവും പറ്റിയിട്ടില്ല. ആകെ എനിക്ക് വേണമെങ്കിൽ 1-2 ഷൂസ് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഈ റോട്ടിൽ കൂടി പൊട്ട ബുദ്ധിയിൽ ഇട്ടുകൊണ്ട് കിടക്കുന്ന ഷൂസുകൾക്ക് മാത്രമേ പ്രശ്നം വന്നിട്ടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ഷൂസുകൾക്ക് ഒരു പ്രശ്നമില്ല. സോ ദിസ് ഇസ് ഓൾ ഫ്രം സാറ. എൻ്റെ എല്ലാ ഷൂസുകളും 99% ഓഫ് എൻ്റെ ചെരുപ്പുകളും സാറയിൽ നിന്നാണ്. 2026 സമ്മർ ട്രെൻഡ്സ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. ഒരു സമ്മർ ഒക്കെ നിങ്ങൾക്ക് കുറച്ച് ഇൻസ്പയർഡ് ആയി എന്ന് കരുതുന്നു ഈ വീഡിയോയിൽ. ട്രൈ ടു മാച്ച് തിങ്സ് ടുഗെദർ. അപ്പം നമുക്ക് കുറച്ചും കൂടി ഓപ്ഷൻസ് കൂടുതലായിരിക്കും. നമുക്ക് ടെൻഷൻ ഉണ്ടാവില്ല. തലേദിവസം തന്നെ നോക്കി വയ്ക്കുക നാളെ എന്താ ഇടുക എന്നുള്ളത്. അപ്പം നോക്കാതെ. ദാറ്റ് വിൽ ഹെൽപ്പ്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.